അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാനിപ്പോ അന്നൊന്നും വീഡിയോ ഇടലില്ല. കാരണം ആൾക്കാരെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയല. കാരണം ഓരോരോ സ്വയം നന്നാന്നല്ലാണ്ട് വേറെ ആര് പറഞ്ഞിട്ടൊന്നും നേരാവല. സ്വയം ചിന്തിക്കണം. ഓരോരാൾക്ക് തലയിൽ കയറലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നീ വലിയ പണ്ഡിതനെന്ന്. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല. ഞമ്മക്ക് എന്ത് തെറ്റ് നമുക്ക് തോന്നുന്നുണ്ട്, നമുക്ക് നല്ലോണം തെറ്റ് നമുക്ക് കണ്ടാല് നമ്മൾ പറയണം. നന്നാന്നോ നന്നാന്നില്ലേ ചിന്തിക്കുന്ന ആൾക്ക് ചിന്തിക്കാം, അത്രേ ഉള്ളൂ. മറ്റാല് ഒരാളെ പൊടിച്ചു നന്നാക്കാനൊന്നും കഴിയില്ല. ജനങ്ങളാരും സ്വയം തീരുമാനിക്കണം മനുഷ്യന്മാർ. ഞാനിപ്പോ ഈ വീഡിയോ ഇട്ടതല്ലോ, കണ്ടിട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ ഇട്ടതാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടല്ല. ഇപ്പൊ നാട്ടിലിപ്പോ അമ്പലം കെട്ടുന്നുണ്ട്, പള്ളി പൊളിച്ച് നമ്മളെ കാവൽ ഫെസ്റ്റിവൽ എല്ലാവർക്കും അറിയും. അതിന്റെ മുകളിൽ ഇപ്പൊ അതിനെ പൊളിച്ചിട്ട് അമ്പലം കെട്ടുന്നത്. അതിന് ഭയങ്കര ആൾക്കാർ ഭയങ്കര സോഷ്യൽ മീഡിയയില് ഭയങ്കര പ്രതികരിക്കുന്നത്. എല്ലാവരും എന്തെല്ലാം മുസ്ലിങ്ങൾ എന്തെല്ലാം തെറിയും ആദ്യം ഇതെല്ലാം പറയുന്നുണ്ട്. നമ്മൾ മുസ്ലിങ്ങള് ഒന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞിട്ടല്ലേ, ഏകദേശം പണ്ഡിതന്മാരിലുണ്ട്, അവർ പറഞ്ഞു കൊടുക്കേണ്ടതാ. അവരെ എല്ലാം കണക്കാ, അവരെ പറഞ്ഞു കൊടുക്കുന്നില്ല ആർക്കും. അവർക്കും എല്ലാവർക്കും ഇതാണിപ്പോ ചിക്കളി. അതല്ല നമ്മൾ അറിയുന്നത് പറഞ്ഞു, നമ്മളെ കൊണ്ട് മനസ്സിൽ എന്ത് തോന്നുന്നത് അത് പറയാം. ആരെങ്കിലും ഒരാൾ ചിന്തിച്ചാൽ അത്രയും നമുക്ക് ഹൈർ, ഇത്രയേ ഉള്ളൂ. ഈ ചിന്തിക്കുന്ന ആൾക്കാട്ടെ, തലയിലുള്ള ചിന്ത വരുന്ന ആൾക്ക് ഞാൻ പറയുന്നല്ലോ. ഈ നാട്ടില് ഇപ്പോ അമ്പലം കെട്ടുന്നുണ്ട്, കെട്ടിട്ടായി അല്ലെ, പള്ളി പൊളിച്ച സ്ഥലത്താണ് ഇത് കെട്ടത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടതെങ്കിൽ ഈ പള്ളി പൊളിച്ചതും കണ്ടിന്, അള്ളാഹ്ക്കറിയും. എന്നിട്ട് ഇപ്പൊ അമ്പലം കെട്ടുന്നതും കണ്ടിന്, ഇനിയിപ്പോ കെട്ടിയതും നമ്മളെ പടച്ചോന് കണ്ടിട്ടുണ്ട്, അറിയും, അള്ളാഹ്ക്കറിയും എന്താക്കണോ എന്തെല്ലാക്കണോ. പിന്നെ ഒന്ന് മനസ്സിലാക്കണം, നമ്മള് അള്ളാന്റെ റസൂലിനെ വിശ്വസിച്ച സഹാബാക്കളും അള്ളാന്റെ ഹബീബ് എന്ത് പറഞ്ഞത് ആ റോട്ടിലെ പോകുന്ന മനുഷ്യന്മാരാണ് നമ്മൾ മുസ്ലിങ്ങള്. നിങ്ങളൊന്ന് മനസ്സിലായി, നമ്മളെല്ലാം പഠിച്ചതെന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബ് നിസ്കരിക്കാൻ പോയിട്ട് നമ്മൾക്ക് ഒട്ടകത്തിന്റെ കൊടൽമാല കൊടുത്തിട്ടാണ് അരിയിലിട്ടത് അല്ലെ, മോളില് ആടെ നിസ്കരിക്കുന്നത് കണ്ടിന്, ആ യഹൂദി വരുന്നതും കണ്ടിന്, ഒട്ടകത്തിന്റെ കൊടൽമാല ഇട്ടതും കണ്ടിന്. അള്ളാഹ്ക്കറിയും എന്തെല്ലാം. അള്ളാഹ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ യഹൂദിനായിരുന്നു എന്തെങ്കിലും പടച്ചൊരു സെക്കൻഡ് വേണ്ട, അള്ളാഹ്ക്ക് ചെയ്യാം. എന്തിനത് കാണിച്ചു പറഞ്ഞാല് ഞമ്മക്ക് അത് അറിയാൻ പഠിക്കാം, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഇസ്രായേൽ ഫലസ്തീനിൽ എത്ര ചെറിയ ചെറിയ പൈതങ്ങൾ, ചെറിയ ചെറിയ പൊടികൾ മരിക്കുന്നുണ്ട്. മരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, മരിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം പടച്ചോൻ കാണുന്നുണ്ടല്ലോ, എല്ലാം കാണുന്നുണ്ടല്ലോ. അള്ളാഹ് അറിയാണ്ട് ഒന്നും നടക്കില്ല. അപ്പൊ ഇവര് മരിക്കുമ്പോ അവർ റൂഹ് പിടിക്കാൻ ആള് പറഞ്ഞാലോ, അതാരാക്കുന്ന ആളെ എത്രയും വെടി കൊണ്ടിട്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് വിചാരിക്കണം മരിക്കണം അല്ലെ. അപ്പൊ റൂഹ് പിടിക്കണമെങ്കിൽ ഒരാൾ വേണമല്ലോ. അത് അയച്ചുകൊണ്ട് തന്നെയല്ലേ, പിടിക്കാൻ പറഞ്ഞുകൊണ്ട് പിടിക്കുന്നുള്ളത്, റൂഹിനെ പിടിക്കുന്നുള്ളത്. ആ റൂഹ് പിടിക്കുന്നുണ്ടല്ലോ ആള് മരിക്കുന്നുള്ളത് അല്ലെ. അറിയുന്നുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞാല് ഞാനിത് ആൾക്കാരെന്ന് പറഞ്ഞത് നിങ്ങള് ഒന്നാകെ ഇത് എന്തെല്ലാം തെറി മറ്റത് ഇതിൽ പറഞ്ഞില്ലേ. കാരണം ഞമ്മക്ക് എന്താ വേണ്ടത്, ഒരൊട്ടൊന്ന് തവക്കൽ തലല്ല. അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ്ക്കറിയും. നമ്മൾ എന്താക്കണോ, നമ്മള് പടച്ചോൻ പരീക്ഷിക്കുന്നതാണ്. നമ്മളെ അമലുണ്ടാ, നമ്മളെ ഇൽമുണ്ടാന്നുള്ള പരീക്ഷിക്കുന്നത്. നല്ലോണം പരീക്ഷിക്കാണ്ട് ഈ ദുനിയാവുന്ന ഒരാളും ഇതുവരെ പോയ ചരിത്രമില്ല. മുകളിൽ കയറ്റുന്നതല്ല, തയ്യാറക്കുന്നതല്ല. കാടെ ഇപ്പൊ ഇങ്ങനെ ആക്കാൻ ഒരു സെക്കൻഡ് വേണ്ട. അത് നോക്കൂ. നമ്മളെ കംപ്ലൈന്റ് ആരോട് പറയണം, അള്ളാഹോട് പറയണം. ഇപ്പൊ നിങ്ങൾ മോഡി ഭരണത്തിൽ വന്നു അല്ലെ, അത് ആരാടെ പൊടിച്ച് ഇത്തിയാര്, പടച്ചോന. വിചാരിക്കേണ്ടാടെ ഇരിക്കല. അപ്പൊ നമ്മൾ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് അള്ളാഹോട് ദ്വാരക്ക. എന്തെങ്കിലും ദുആ ചോദിക്കുന്നത്, എന്നോട് ആര് പ്രാർത്ഥിക്കുന്നത് ഓർക്ക് ഉത്തരം കൊടുക്കും. അത് നമ്മള് അള്ളാഹോട് ചോദിക്കുന്നില്ല. കിട്ടിയ ഔലിയാക്കന്മാരോടും ആടില്ല ചോദിക്കും. അതെല്ലാം ഒഴിവാക്കിയിട്ട് പടച്ചോനോട് ചോദിക്കുക. എന്തുണ്ട് നമ്മളെ ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിൽ അള്ളാഹോട് ചോദിക്കുക, അള്ളാഹോട് പറയാം. ഇതെല്ലാം അള്ളാഹ് കാണുന്നുണ്ട്, എല്ലാം അള്ളാഹ് കാണുന്നു. നിങ്ങൾ വെറുതെ തെറി പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് ഇന്ന് ആരുണ്ടാലോ മരിച്ചു പോയാൽ നിങ്ങളെ അമല് നിങ്ങൾക്കാ, എന്റെ അമല് എനിക്ക്. അപ്പൊ ഞാൻ നിങ്ങൾ വിചാരിക്കും വലിയൊരുത്തനായി മാന്യനായി നിങ്ങൾ എന്ത് വേണം പറഞ്ഞ എനിക്ക് വിഷയമല്ല. നമുക്ക് വിഷയമല്ല എന്ത് പറഞ്ഞാലും. കാരണം ഞാൻ ചെയ്ത അമല് എനിക്കാ. കാരണം എന്റെ കബറിലേക്ക് ആരും വരുന്നില്ല, നിങ്ങളെ കബറിലേക്ക് ഞാനും വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് കഴിയുന്നതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചോനോട് ദ്വാരക്ക്.